അടക്കമുള്ള ആളുകൾ ഈ സദസ്സിലേക്ക് നിമിഷങ്ങൾക്കകം കടന്നു വരും. ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഞാൻ മത്സരിച്ച കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന 7 അസംബ്ലി സെഗ്മെന്റുകൾ നിറഞ്ഞതാണ് പത്തനംതിട്ട നിയോജക മണ്ഡലം. ഈ പത്തനംതിട്ട മണ്ഡലം രൂപം കൊണ്ടതിന് ശേഷം എന്നും എല്ലാ കാലത്തും ഐക്യജനാധിപത്യ മുന്നണിയെയും ആന്റോ ആന്റണിയെയും മാത്രമേ വിജയിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം ഐക്യജനാധിപത്യ മുന്നണി കണക്ക് കൂട്ടുന്ന സീറ്റുകളിൽ ഒന്ന് തന്നെയാണ് പത്തനംതിട്ട. കാരണം ജനാധിപത്യ വിശ്വാസികളുടെ ഒരു ഈറ്റില്ലമാണ്. പല കാരണങ്ങൾ കൊണ്ടും പലപ്പോഴും നമുക്ക് അസംബ്ലികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, മറ്റ് നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ ദേശീയ വികാരം ഉൾക്കൊള്ളുന്ന ഒരു ജനത കൂട്ടമായി താമസിക്കുന്ന ഒരു പ്രദേശം, അതാണ് പത്തനംതിട്ടയെക്കുറിച്ച് എന്നും കേരള രാഷ്ട്രീയം വിലയിരുത്തുന്നവർ പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ കോൺഗ്രസിന് അനുകൂലമായി ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വിധിയെഴുത്ത് ഇവിടെ നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഐക്യജനാധിപത്യ മുന്നണി മേൽക്കൈ നേടിയ ഒരു തെരഞ്ഞെടുപ്പാണ്. സാധാരണഗതിയിൽ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥികളെയൊക്കെ തീരുമാനിച്ചു വരുന്നത് നോമിനേഷൻ കൊടുക്കുന്നതിന്റെ തലേ ദിവസമാണ് സാധാരണ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളൊക്കെ ഫീൽഡ് ചെയ്യാറുള്ളത്. ഇത്തവണ പതിവിന് വിപരീതമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സ്ഥാനാർത്ഥികൾ ഒറ്റ ദിവസം കൊണ്ട് അണിനിരന്നതോടുകൂടി അന്ന് അതുവരെ പ്രഖ്യാപിച്ചിരുന്ന ഇടതുമുന്നണിയുടെയും BJPയുടെയും ഒക്കെ സ്ഥാനാർത്ഥികൾ അപ്രസക്തമായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് കിട്ടിയവരാണ് നമ്മൾ. 20-ൽ ഒരു സീറ്റ് മാത്രം നമുക്ക് ചുണ്ടിനും കപ്പിനുമിടയിൽ നഷ്ടപ്പെട്ടു പോയി എങ്കിൽ പോലും അക്ഷരാർത്ഥത്തിൽ കേരളം സമ്പൂർണമായി ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധിയെഴുതിയ ഒരു കാലമായിരുന്നു. ഇത്തവണ ആ സ്ഥാനാർത്ഥികളൊക്കെ, ആ MP-മാരൊക്കെ മികച്ച പ്രകടനമാണ് ഇന്ത്യൻ പാർലമെന്റിൽ നിർവഹിച്ചത്. അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രം ചെറിയ ചില മാറ്റങ്ങൾ നമ്മുടെ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഉണ്ടായ അത്ഭുതകരമായ മാറ്റം കേരളത്തെ, പ്രത്യേകിച്ച് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരെ ആവേശം കൊള്ളിക്കുന്നതായിരുന്നു. ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ കണ്ണൂർ മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെയുള്ള പല സ്ഥലങ്ങളിലും സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് പോകുവാനുള്ള ഭാഗ്യമുണ്ടായി. ഞാൻ മിനിങ്ങാന്ന് നാദാപുരം നിയോജക മണ്ഡലം കൺവെൻഷനിലായിരുന്നു, നമ്മുടെ വടകര നിയോജക മണ്ഡലത്തിൻ്റെ. അവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. അവിടെ ശ്രീ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ അവിടെയുണ്ടായ ഒരു അത്ഭുതകരമായ ഒരു മുന്നേറ്റം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഞാൻ അവിടെ സൂചിപ്പിച്ചു, ഞാൻ ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഒരു സ്ഥാനാർത്ഥിയുടെ ലോഞ്ചിങ് എന്ന് പറയുന്നത് ഒരു ജനതയെ, ഒരു പ്രദേശത്തെ ഇളക്കി മറിച്ച് നടത്തുന്നത് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് ഞാൻ അലഹബാദിൽ അമിതാഭ് ബച്ചൻ സ്ഥാനാർത്ഥിയാകുമ്പോഴാണ്. 1985-ൽ നമ്മുടെ നേതാവ് ശ്രീ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായതിനു ശേഷം ആദ്യം നടന്ന തെരഞ്ഞെടുപ്പ്, അന്ന് 404 സീറ്റുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ലഭിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ഒട്ടനവധി സിനിമാ താരങ്ങൾ ഉൾപ്പെടെ, സെലിബ്രിറ്റീസ് ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായിരുന്നു.
അന്ന് ശ്രീ അമിതാഭ് ബച്ചൻ അലഹബാദിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അലഹാബാദ് നഗരം സ്തംഭിച്ചു പോയി എന്നാണ് പറയുന്നത്. ഒരു ദിവസം അവിടെ ഒരു പകൽ മുഴുവൻ ജനങ്ങൾക്ക് ചലിക്കാൻ കഴിയാത്ത പോലെ ശ്വാസം മുട്ടിക്കുന്ന ഒരനുഭവമാണ്. അതുപോലെ ആയിരുന്നില്ല. 10,000 അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാൻ അന്ന് തടിച്ചുകൂടിയത്. അതിൻ്റെ ഒരു ചെറിയ പതിപ്പ് വടകരയിൽ നടന്നത്. വടകരയിൽ ശ്രീ ഷാഫി പറമ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ 10,000 അക്ഷരാർത്ഥത്തിൽ ഒരൊറ്റ രാത്രി കൊണ്ട് എന്ന് വെച്ചാൽ അത്ര വലിയ ഒരു ആവേശം നമുക്ക് അവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഓരോ സ്ഥാനാർത്ഥികളുടെ സ്ഥലമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ശ്രീ കെ മുരളീധരന്റെ തൃശ്ശൂരിൽ എത്തുമ്പോൾ, അതുപോലെ ഓരോ സ്ഥാനാർത്ഥികളും ജനമനസ്സുകളിലേക്ക് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ പ്രവേശിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ദേശീയ അതിന് 2 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്ന്, ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രീ നരേന്ദ്രമോദി നുണ മാത്രം പറയുന്ന ഒരു മുഖ്യമന്ത്രി. നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഒരു നടനാണ് അദ്ദേഹം. മനോഹരമായി നുണ പറയും. ഇതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രത്യേകത. അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് തന്നെ അദ്ദേഹം നുണ പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം നമ്മളോട് പറഞ്ഞു, അദ്ദേഹം പണ്ടൊരു ചായക്കടക്കാരനായിരുന്നു. അവിടെ ഉത്തരേന്ത്യയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റ കഥ പറഞ്ഞു. അന്ന് നമ്മുടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഒരു അന്വേഷണം നടത്തി. ഇങ്ങനൊരു ചായക്കടക്കാരൻ അവിടെ ഉണ്ടായിരുന്നോ എന്ന്. അപ്പൊ ഏത് റെയിൽവേ സ്റ്റേഷനിലാണെന്ന് ചോദിച്ച് അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞ സമയത്ത് അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെ ഇല്ല. പിന്നീട് ദിഗ്വിജയ് സിംഗ് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ചായ വാങ്ങിച്ചു കൊടുത്ത ഒരാള് ആരെങ്കിലും ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ഞാൻ 1 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരാളും ഈ നിമിഷം പോലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഞാൻ യൂണിവേഴ്സിറ്റിയിൽ കോളേജിൽ പഠിച്ചു, ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു, എനിക്ക് ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ കേജ്രിവാള്, ഡൽഹിയിലെ മുഖ്യമന്ത്രിയായ കേജ്രിവാള്, ഇദ്ദേഹം ഏത് കോളേജിലാണ് പഠിച്ചതെന്നും ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചതെന്നും ആരാണ് ഇദ്ദേഹത്തിന്റെ പ്രൊഫസർമാരെന്നും ആരാണിത് ഏത് സബ്ജക്റ്റാണ് പഠിച്ചതെന്നും ഒക്കെ വിവരാവകാശം വെച്ച് എഴുതി ചോദിച്ചപ്പോൾ ആർക്കും ഇന്ത്യയിൽ ഒരു സർവകലാശാലയിൽ നിന്ന് ആരും ഒന്നും പറയുന്നില്ല. അദ്ദേഹം സുപ്രീം കോടതി, അദ്ദേഹം കോടതിയിൽ കേസ് കൊടുത്തു, ഇദ്ദേഹം കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ. പിന്നെ നമ്മുടെ കോടതികളിലൊക്കെ കാര്യം അറിയാവുന്നതുകൊണ്ട് കോടതി കേജ്രിവാളിനോട് പറഞ്ഞു, എന്തിനാ ഇപ്പൊ ഇതൊക്കെ ചോദിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ആ പാവത്തിനെ വിരട്ടി. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അതിനും ഇന്നും ഇന്ത്യയിൽ വെല്ലുവിളികളുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച ഒരു ക്ലാസ്മേറ്റിന്റെ പേര് പറയാൻ, അദ്ദേഹം പഠിച്ച സർവകലാശാലയിൽ പഠിപ്പിച്ച ഒരു അധ്യാപകന്റെ പേര് പറയാൻ, അതൊക്കെ പച്ചക്കള്ളം പറയും. നിങ്ങളൊന്ന് ഓർത്തു നോക്കി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്രയും വലിയ കള്ളം പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുന്നുവെന്ന്. ഇദ്ദേഹം ആദ്യം മത്സരിക്കുമ്പോൾ അദ്ദേഹം പൂരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ, അദ്ദേഹത്തിന്റെ CV-യിൽ അദ്ദേഹം എഴുതി അദ്ദേഹം വിവാഹിതനേ അല്ല എന്ന്. ആദ്യത്തെ ഇലക്ഷൻ അദ്ദേഹം എഴുതി കൊടുത്ത അതാണ്. രണ്ടാമത്തെ ഇലക്ഷൻ വന്നപ്പോഴേക്കും അദ്ദേഹം എഴുതി ഞാൻ വിവാഹിതനാണ് എന്ന്. അന്വേഷിച്ചപ്പോഴാണ് 16-ാമത്തെ വയസ്സിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് 17-18-ാമത്തെ വയസ്സിൽ അതിനെ ഉപേക്ഷിച്ച് പിന്നെ അങ്ങ് പോയത്. അപ്പോഴും ഭാര്യ നിലവിൽ നിൽക്കുന്നു, അതിനെ വിവാഹമോചനം പോലും നേടിയിട്ടില്ല, ഫലത്തിൽ ഭാര്യ ഉണ്ട് എന്ന്. അതും നമ്മുടെ അടുത്ത് കള്ളം പറഞ്ഞു. ഞാനൊന്ന് ഓർത്തു നോക്കുക, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്രമാത്രം കള്ളമാ പറയുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യമായി പറഞ്ഞത്, അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതിനു ശേഷം എത്രമാത്രം കള്ളം നമ്മളോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കാലത്തെ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്തായിരുന്നു? നമ്മളോട് പറഞ്ഞതെന്ന, ഈ രാജ്യം കോൺഗ്രസ് തുലച്ചു, ഇവിടെ മുഴുവൻ കള്ളപ്പണക്കാരാണ്, ഇവിടെ നിന്നും കോടാനുകോടി ലക്ഷക്കണക്കിന് കോടി സ്വിസ് ബാങ്കിലും ലോകത്തെ പല ബാങ്കുകളിലും നിക്ഷേപിച്ചിരിക്കുകയാണ്. ഞാൻ പ്രധാനമന്ത്രിയായാൽ ഇത് മുഴുവൻ പിടിച്ചുകൊണ്ട് ഇവിടെ വരും, 15 ലക്ഷം രൂപ ഓരോ ഇന്ത്യൻ പൗരന്റെയും ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്നാ പറഞ്ഞു. യാതൊരു ഉളിപ്പുമില്ലാതെ പറഞ്ഞതാ.
ആ കൂട്ടത്തിൽ അന്ന് BJP-ക്കാര് രാജ്യം മുഴുവൻ പറഞ്ഞു സീറോ ബാലൻസ് അക്കൗണ്ട്. ഇന്ത്യയിലെ ബാങ്കുകളോട് പറഞ്ഞു എല്ലായിടത്തും അക്കൗണ്ട് തുറന്നു. കാരണം ഇനി അപ്പൊ അക്കൗണ്ട് തുറങ്ങാൻ കാശില്ലാത്തവരാണെങ്കിൽ അതിന് സീറോ ബാലൻസ് അക്കൗണ്ട്, ചുമ്മാ അക്കൗണ്ട് തുറന്നോളാൻ പറഞ്ഞു. ഇപ്പൊ വരും 15 ലക്ഷം രൂപ, മോഡിയുടെ 15 ലക്ഷം രൂപ. ഇന്നിപ്പോ അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല അദ്ദേഹം ഇന്ത്യയിലെ കർഷകനോട് എന്താ പറഞ്ഞത്? കർഷകനോട് പറഞ്ഞു, കർഷകന്റെ നിങ്ങളുടെ സമ്പാദ്യം ഞാൻ ഇരട്ടിയാക്കും 5 വർഷം കൊണ്ടെന്ന്. ഇരട്ടിയാക്കുമെന്നേ ഇന്ത്യൻ കർഷകൻ. ഉത്തരേന്ത്യയിലെ കർഷകർ ആ തെരുവീതികളിൽ സമരം ആരംഭിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. നിരവധി ആളുകൾ മരിച്ചു വീഴുകയാണ്. ദക്ഷിണേന്ത്യയിലും നമ്മുടെ നാട്ടിലും നമ്മുടെ കേരളത്തിലും ഒക്കെ ഈ അവസ്ഥയാണ്. ഉത്തരേന്ത്യയിലെ കർഷകനെ പോലെ പ്രതികരിക്കാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതെല്ലാം അനുഭവിച്ചു കഴിയുന്നു എന്ന് മാത്രം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കേരളത്തിലാണെങ്കിൽ ഒരു കർഷകനായ നേതൃത്വം കൊടുക്കാൻ ഒരു നേതാവ്, ഒരു പ്രസ്ഥാനവും മുന്നോട്ട് വന്നാൽ കേരളത്തിലെ കർഷകൻ ഇറങ്ങിയ പിന്നെ ഇവിടെ ഒന്നും ബാക്കി കാണില്ല. കാരണം അത്രമാത്രം കഷ്ടപ്പെടുന്ന ഒരു ജനവിഭാഗമാണ് കേരളത്തിലെ കർഷകൻ. അത് റബ്ബർ കർഷകനും നെൽകർഷകനും നാളികേര കർഷകനും എല്ലാ കർഷകനും. കാരണം ഈ കർഷകന്റെ ഒക്കെ കാര്യം എന്താണെന്ന് അന്വേഷിക്കാൻ പോലും നാട്ടിലാരുമില്ല. അപ്പോൾ ഇന്ത്യയിലെ കർഷകർ, പ്രത്യേകിച്ച് പഞ്ചാബിലും ഹരിയാനയിലും UP-യിലും ഒക്കെയുള്ള കർഷക ജനത നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം ഈ തെരഞ്ഞെടുപ്പിന്റെ വേദിയിലും ഡൽഹിയിലെ ചുറ്റുപാടും ആയിരങ്ങളെ തമ്പടിച്ചു കിടക്കുന്നത്. അതാണ്, ആ കർഷകനോടാണ് ഇവിടെ നരേന്ദ്രമോദി പറഞ്ഞ് ഞാൻ അവരുടെ വരുമാനം ഇരട്ടിയാക്കി കൊടുക്കുമെന്ന്. അതുപോലെ തൊഴിലില്ലായ്മ, ഞാൻ 10 കോടി ഇവിടെ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പറഞ്ഞത്. ഗ്യാരണ്ടിയാ ഇതെല്ലാം. ഒന്നും പുള്ളി കുറച്ച് പറയത്തില്ല, പറയുന്നതൊക്കെ 100% അടിച്ചേ പറയത്തുള്ളൂ. ഗ്യാരണ്ടി. ഇതുപോലെ എത്ര നമ്മുടെ ഗ്യാസിന് എന്തായിരുന്നു നമ്മുടെ മൻമോഹൻ സിംഗ് ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് മൻമോഹൻ സിംഗ് പറഞ്ഞു നമുക്ക് ഒരു 12 സിലിണ്ടർ ആയിട്ട് നമുക്കൊന്ന് നിജപ്പെടുത്താം. കാരണം ഒരാണ്ടിൽ എത്ര ചെലവ്, എത്ര തീ കത്തിക്കുന്ന വീട്ടിലാണെങ്കിലും 12 സിലിണ്ടറിൽ കൂടുതൽ ആർക്കും ആവശ്യമില്ല. അത് നമുക്ക് സിലിണ്ടർ നമുക്ക് ഈ സബ്സിഡിക്ക് കൊടുക്കാം. ബാക്കി അതിനപ്പുറത്ത് വാങ്ങണമെങ്കിൽ മുഴുവൻ പൈസയും കൊടുത്ത് വാങ്ങാൻ പറഞ്ഞു. നമ്മൾ അങ്ങനെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. എന്തായിരുന്നു ഭൂകമ്പം! ഇവിടെ BJP-ക്കാരനും മാർക്സിസ്റ്റുകാരനും എല്ലാം കൂടെ ഇറങ്ങി വലിയ ബഹളമായിരുന്നു. ഇന്നിപ്പോ എന്തായി? മോദി വന്നിട്ട് ആദ്യം പറഞ്ഞു ഞാൻ സബ്സിഡി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുമെന്ന് പറഞ്ഞു. ഒരു 5-6 മാസം ഇട്ട് തന്നു ഇത്ര പൈസയൊക്കെ. ഇന്നിപ്പോ എവിടെ പോയി? പിന്നെ ആരുടെ അക്കൗണ്ടിലേക്ക് വന്നു? 1100 രൂപ വരെയായി ഒരു സിലിണ്ടറിന്റെ വില. അതിപ്പം ഇലക്ഷൻ പ്രമാണിച്ചതാണ് 100 രൂപ കുറച്ചിട്ടുണ്ട്. ഇതാണ് നരേന്ദ്രമോദിയുടെ ഓരോ വാഗ്ദാനങ്ങൾ. പെട്രോളിന് ഡീസലിന് എത്ര കുറയ്ക്കുമെന്നാ പറഞ്ഞത്? അന്നാ മൻമോഹൻ സിംഗിന്റെ കാലത്ത് 50-60 രൂപ മാത്രമാണ് ഡീസലിനും പെട്രോളിനും ഉണ്ടായിരുന്നത്. അവിടെ ഇന്നിപ്പോ എത്രയാ? 100-110 രൂപ. പറയുന്നതിന് വല്ല ന്യായവും ഉണ്ടോ? ഇതെല്ലാം നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞതാണ്. ആ ഗ്യാരണ്ടി പറഞ്ഞ മോഡിയാണ് ഇപ്പൊ കഴിഞ്ഞ 2-3 മാസമായി ഏത് റേഡിയോ തുറന്നാൽ, റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ, ബസ് സ്റ്റാൻഡിൽ ചെന്നാൽ എല്ലായിടത്തും മോഡിയുടെ ഗ്യാരണ്ടി എന്ന് വെച്ചാൽ അതെന്താ വലിയ ഗ്യാരണ്ടിയാണെന്ന. ഞാൻ പറഞ്ഞല്ലോ, നുണ മാത്രം. രാഷ്ട്രീയത്തിൽ വന്ന അന്ന് മുതൽ സ്വന്തം വ്യക്തിപരമായ കാര്യം ഉൾപ്പെടെ ഈ രാജ്യത്തോട് കള്ളം മാത്രം പ്രചരിപ്പിച്ച ഒരാള്. നിങ്ങൾക്കറിയുമോ ഈ രാജ്യത്തിന്റെ സമ്പത്ത്? ഈ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ നമ്മുടെ ഗവൺമെന്റിന്റെ കാലത്ത് നമ്മൾ ഈ രാജ്യത്തിന്റെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഇവിടെ പാവങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് പാവങ്ങളിലേക്ക് കൊടുക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച ഗവൺമെന്റാണ് നമുക്ക്. ആ കാലഘട്ടത്തിൽ ക്രൂഡ് ഓയിലിന് ഏറ്റവും വലിയ വില നിൽക്കുന്ന 150 രൂപ ഡോളർ ഒരു ബാരൽ ക്രൂഡ് ഓയിൽ ഡോളർ നിൽക്കുന്ന കാലഘട്ടമാണ്. അന്ന് പോലും നമ്മളിവിടെ 50 രൂപയ്ക്ക് പെട്രോൾ കൊടുത്തത്. ഇന്നതിന്റെ വില താഴുമെന്ന് മാത്രമല്ല, ഇത്രയധികം താഴ്ന്ന നിലയിലായിട്ട് 100-110 രൂപ ഡീസലിനും പെട്രോളിനും ഉണ്ടാക്കി കൊടുത്തിട്ട് വർത്താനം നമ്മളോട് പറയാണ് എന്താ 1 രൂപ പോലും സബ്സിഡി ഇല്ല. എന്താ രാജ്യത്തിന് ഉണ്ടാക്കിയ സമ്പത്ത്? എന്താണ് അതിന്റെ പേരിൽ? കാരണം പാവങ്ങളെ പിഴിഞ്ഞുണ്ടാക്കിയ പണം ഉപയോഗിച്ച് അവിടെയും ഇവിടെയും കുറെ ഷോ കാണിക്കുന്നു. വലിയ 3000-4000 കോടി രൂപയുടെ വലിയ സ്റ്റാച്യൂകൾ പണിയുന്നു, വലിയ വേറെ സംവിധാനങ്ങൾ പണിയുന്നു.
ഇപ്പൊ റോഡ് പണിയിച്ച തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഇപ്പൊ റോഡുകൾ, ഹൈവേകൾ പണിയാൻ പറ്റും. ഇതൊരു ദിവസം കൊണ്ടല്ല ഈ രാജ്യം വളർന്നത്. ഇവിടെ BJP-ക്കാരെ ഈ നാട്ടിൽ പറയുന്നു വികസനം എങ്ങ് നടക്കുക. 1947 ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിടക്കുമ്പോൾ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത 35 കോടി ജനതയായി മണ്ണിലുണ്ടായിരുന്നത്. അവന് ഉണ്ണാനുള്ള മാർഗമില്ലായിരുന്നു, ഉടുക്കാനുള്ള മാർഗമില്ലായിരുന്നു, അവന് വിദ്യാഭ്യാസമില്ലായിരുന്നു. അവന് യാതൊന്നുമില്ലാത്ത ഒരു ജനതയുടെ കൈകളിലേക്കാണ്, കോൺഗ്രസിന്റെ കൈകളിലേക്കാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഈ അധികാരം ലഭിച്ചത്. അവിടെ നിന്നും കഴിഞ്ഞ 77 വർഷം കൊണ്ട് ഈ രാജ്യം ഒരു ദിവസം കൊണ്ടല്ല വളർന്നിട്ടുള്ളത്. ഈ രാജ്യം ഒരു ദിവസം കൊണ്ടൊന്നുമല്ല. നരേന്ദ്രമോദി ഇഞ്ഞ് വന്നിട്ട് 10 വർഷം കൊണ്ടല്ല ഈ രാജ്യം വളർന്നിട്ടുള്ളത്. ആദ്യമേ ഇവിടുത്തെ ആളുകൾക്ക് ഉണ്ണാനുള്ള വഴി ഉണ്ടാക്കാനുള്ള മാർഗമാണ് ഉണ്ടാക്കിയത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയെയും പോലെയുള്ള, ലാൽ ബഹദൂർ ശാസ്ത്രിയെ പോലെയുള്ള നേതാക്കന്മാർ, വനിതപ്രജരായ നേതാക്കന്മാർ നമുക്ക് ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കുള്ള മാർഗമുണ്ടായി. നമുക്ക് ഉടുക്കാനുള്ള ഡ്രസ്സ്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മറ്റ് പ്രായമുള്ളവർക്കറിയാം, 60കളിലൊക്കെ ഒരു മുണ്ട് ഉടുത്താൽ അത് മാറി വേറൊരു മുണ്ട് എടുക്കാൻ, അലക്കിയാൽ മുടുക്കാനില്ലായിരുന്നു. അതാണ് നമ്മൾ പറയുന്നത് ഉടുതുണിക്ക് മറുതുണിയില്ലായിരുന്നുവെന്ന്. റേഷൻ കടയിൽ കോറത്തുണി കിട്ടിയിരുന്ന കാലമുണ്ട്. പ്രായമുള്ളവർക്കറിയാം, കോറത്തുണി ഓരോ മുഴം നമ്മൾ അളന്നു മേടിക്കുമായിരുന്നു, നെറ്റ് പോലെ ഇരിക്കുമായിരുന്നു. അത് ഉടുക്കുന്നതും ഉടുക്കാത്തതും കണക്കായിരുന്നു. റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊടുത്തിരുന്ന കാലമുണ്ട്. ഇതുപോലെയുള്ളൊരു കാലത്ത് നിന്നാണ് ഈ രാജ്യത്തെ, ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളർന്നത്. ഇന്ത്യ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒന്നുമില്ലാതിരുന്നൊരു ഇന്ത്യ ഈ ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കുന്ന പരുവത്തിലേക്ക് വരെ ഈ രാജ്യം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നമ്മൾ വളർന്നുവെങ്കിൽ, ബാഹിരാകാശ ഗവേഷണ രംഗത്ത് വളർന്നുവെങ്കിൽ അതൊരു ദിവസം കണ്ടുള്ളതല്ല. മൻമോഹൻ സിംഗിന്റെ കാലത്ത് തന്നെ നമ്മൾ ചന്ദ്രയാന്റെ വിക്ഷേപം നടത്തിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ യുഗം ഞാൻ ഓർക്കുന്നു. 1985 അന്ന് ശ്രീ രാജീവ് ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നമ്മുടെ ബോംബെയിൽ വെച്ച് സമ്മേളനം നടക്കുക. ബോംബെയിൽ വെച്ച് കോൺഗ്രസിന്റെ 100ാമത് സെന്റിനറി സെലിബ്രേഷൻ. കോൺഗ്രസ് 1885 ഉണ്ടായി. 1985 രാജീവ് ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് നമ്മുടെ 100ാമത് വാർഷികം നടക്കുന്നത്. ആ യോഗത്തിൽ രാജീവ് ഗാന്ധിയുടെ ഒരു പ്രസംഗം ഇന്നും പ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ലോകത്ത് ഒരുപാട് വിപ്ലവങ്ങൾ, അവിടെ ഹരിത വിപ്ലവമുണ്ടായി, സാങ്കേതിക വിപ്ലവങ്ങളുണ്ടായി, അതുപോലെ തന്നെ ടെക്നിക്ക് പറയാൻ നമ്മുടെ ഒരുപാട് റെവല്യൂഷനുകൾ ഈ ലോകത്തിന്റെ പല ഭാഗത്തും നടന്നു. ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഇവിടെ ബ്രിട്ടീഷുകാരുടെ അടിമകളായി കഴിയുകയായിരുന്നു. പക്ഷേ ഇതൊരു പുതിയ വിപ്ലവം ലോകത്ത് നടക്കുകയാണ്, കമ്പ്യൂട്ടർ വിപ്ലവം. ഈ ലോകത്തെ ഏറ്റവും അധികം ചെറുപ്പക്കാരുള്ള രാജ്യമാണ് നമ്മുടേത്. ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ വിദ്യാസമ്പന്നരാക്കിയ ലോകം നാളെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാം. ലോകത്തിന്റെ കമ്പ്യൂട്ടർ മേഖല ഈ രാജ്യത്തിന്, ഇന്ത്യയുടെ യുവതലമുറയ്ക്ക് സ്വന്തമാക്കാം എന്ന് അന്ന് ശ്രീ രാജീവ് ഗാന്ധി പ്രസംഗിക്കുമ്പോൾ KSUവിന്റെ പ്രസിഡന്റായിരുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കേട്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഞാൻ ഓർക്കുകയാണ്, ആ രാജീവ് ഗാന്ധി അന്നത് പറയുമ്പോൾ നമുക്കാർക്കും എന്താണെന്ന് പോലും അറിയില്ല. കമ്പ്യൂട്ടർ കൊണ്ട് എന്ത് വിപ്ലവം നടക്കുമെന്ന് നമുക്കൊരു പിടിയില്ലാത്തൊരു കാലമാണ്. പക്ഷേ പിൽക്കാലത്ത് നമ്മൾ കണ്ടു, ഈ ലോകം കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് കടക്കും. കമ്പ്യൂട്ടറാണ് ഇന്ന് ലോകം നിയന്ത്രിക്കുന്നത്. അന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരന്മാരും ഈ BJP എന്ന്, അന്ന് BJPയും പുല്ലൊന്നുമില്ല, ഇവനൊക്കെ അന്ന് പറഞ്ഞത് എന്തൊക്കെയാ? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൻ അതിനെതിരെ നടത്തിയ പ്രചരണങ്ങൾ, വൈകുന്നേരമായാൽ NGO അസോസിയേഷൻ, NGO യൂണിയൻകാര് വൈകുന്നേരം പിന്നെ സർക്കാർ ആഫീസങ്ങ് വിട്ടാൽ അപ്പം തുടങ്ങും. അവരുടെ ഒരു മുദ്രാവാക്യമുണ്ട്, അന്നത്തെ വളരെ പ്രസിദ്ധമായ ഒരു മുദ്രാവാക്യമാണ്, പട്ടിണി മാറ്റൂ എന്നിട്ടാവാം കമ്പ്യൂട്ടർ. ഇതായിരുന്നു പറഞ്ഞത്. ഇന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ രാജ്യത്തിന്റെ യുവതലമുറയുടെ, ഇന്ത്യൻ ജനതയുടെ മുന്നേറ്റത്തിന് നാന്ദി കുറിച്ചിരിക്കുന്നത് ആ കമ്പ്യൂട്ടർ യുഗത്തിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇന്ന് നമ്മൾക്ക് ഈ രാജ്യത്തെ ജനത അതില്ലാതെ ആർക്കും നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഈ രാജ്യം, ലോകം മാറിയപ്പോ അതിനൊക്കെ വളരെ ക്രാന്തദർശിയായ നമ്മുടെ രാജീവ് ഗാന്ധിയാണ് നേതൃത്വം കൊടുത്തത്. അതുപോലെ എത്രയോ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ കാലത്തും ഡെവലപ്മെന്റുകൾ നടക്കുകയാണ്. അതിന്റെ അവസാനത്തിൽ ചിലപ്പോൾ ഇവിടെ അണുബോംബ്, ആരാണ് ബോംബ് ആദ്യം ഇവിടെ ഉണ്ടാക്കിയത്? ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി
അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ടാണ് ആദ്യം പൊഖ്റാനിൽ അണുബോംബിന്റെ സ്ഫോടനം നടത്തിയത്. അപ്പോൾ എല്ലാവരും ലോകം മുഴുവൻ എതിർത്തു. ലോകത്തെ ശാക്തിക ചേരികൾ മുഴുവൻ രാജ്യം, ഇന്ത്യ അന്ന് 5 രാജ്യത്തിനെ അണുബോംബുണ്ട്, വേറെ ആരും ഉണ്ടാക്കരുതെന്ന് അവർ നിയമം ഉണ്ടാക്കിയേക്കുന്നത്. ഇന്ത്യക്കെതിരെ തിരിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു, അത് സമാധാന ആവശ്യത്തിന് വേണ്ടിയാണ്, ഞങ്ങൾക്ക് ഊർജത്തിന്റെ ആവശ്യമുള്ളത് കൊണ്ട് സമാധാന ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ അണുവിസ്ഫോടനം നടത്തിയത്, അല്ലാതെ ബോംബുണ്ടാക്കാൻ വേണ്ടിയല്ല എന്ന് പറഞ്ഞപ്പോഴും അവർക്കറിയാം അണുബോംബ് കയ്യിൽ വെച്ചിരിക്കുകയാണ് ഇന്ത്യ. ലോകത്തെ വലിയ സാമ്പത്തിക ശക്തിയായി, ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായി, വലിയ ശക്തിയായി, സൈനിക ശക്തിയായി ഇന്ത്യ മാറുകയായിരുന്നു അവിടെ. അതുപോലെ എത്ര എത്ര കഥകൾ ഇവിടെ നരേന്ദ്രമോദി നേരത്തെ അതൊക്കെ ഇവിടെ ആരണ്ടൊക്കെ വിവാദം വരെ ഉണ്ടാക്കി. നരേന്ദ്രമോദി അവിടെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി അവിടെ എന്നൊക്കെ പറഞ്ഞിടൂ. BJPയുടെ കാലത്തായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ആഭ്യന്തര സുരക്ഷയെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായത്. ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യത്തെ അക്രമം എന്നാ ഉണ്ടായത്? LK അദ്വാനി ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാ. LK അദ്വാനി ആഭ്യന്തരമന്ത്രിയും വാജ്പേയി പ്രധാനമന്ത്രിയുമായിരിക്കുമ്പോഴാ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ടെററിസ്റ്റുകൾ ഇരച്ചു കയറിയത്. 5-8 പേരല്ലേ അന്ന് മരിച്ചത്. ഭാഗ്യം കൊണ്ടല്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അദ്വാനിയും ഒക്കെ രക്ഷപ്പെട്ടത്. അത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തല്ല. അവിടെ ഉറിയിലും അതുപോലെ പത്താൻകോട്ടിലും സൈനിക കേന്ദ്രങ്ങളിൽ പാകിസ്ഥാൻ ആക്രമിച്ചത് നമ്മുടെ കാലത്തല്ല, അതും BJPയുടെ കാലത്താണ്. കാർഗിൽ യുദ്ധം, നമ്മൾ കാർഗിൽ വിജയ ആഘോഷമൊക്കെ നടത്തുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ കാർഗിൽ യുദ്ധം ഇന്ത്യയുടെ ഒട്ടനവധി ധീരരായ സൈനികരെ നമുക്ക് നഷ്ടപ്പെട്ടു പോയതാ. ഇന്ത്യൻ മണ്ണിലേക്ക് പാകിസ്ഥാൻ കയറി 4 മാസം കഴിഞ്ഞ അന്നത്തെ പ്രധാനമന്ത്രിയായ വാജ്പേയി അറിഞ്ഞത് തന്നെ. അങ്ങനെ എത്രയോ നമ്മുടെ കണ്ടകാറിലേക്ക് ഇന്ത്യൻ വിമാനം തട്ടിക്കൊണ്ടുപോയി ഇന്ത്യയുടെ ജയിലിൽ കിടക്കുന്ന കൊടും ഭീകരന്മാരെ മോചിപ്പിച്ചുകൊണ്ടുപോയതും ആ കാലത്താണ്. അല്ലാതെ ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധിയോ രാജീവ് ഗാന്ധിയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ഇന്ത്യ ഭരിക്കുന്ന സമയത്തല്ല ഇതൊന്നും നടന്നത്. എന്നിട്ടിപ്പോ ആഭ്യന്തര സുരക്ഷിതത്വം, രാജ്യത്തെ സംരക്ഷിക്കാൻ BJPയെ ഉള്ളൂ എന്നാ പറയുന്നത്. എത്ര ബാലിശമായ കാര്യങ്ങളാണ്. അവിടെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. ഞാൻ അതിനെക്കുറിച്ച് വിശദമൊന്നും പറയുന്നില്ല. നടത്തിയെന്ന ലോകത്ത് ആരും അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽസോ അതിന്റെ കണക്കോ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. പാകിസ്ഥാനിൽ പോയി നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. ശരി, ഞാൻ ചോദിക്കട്ടെ, ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ ഇന്ത്യയുടെ എല്ലാ കാലത്തെയും ശത്രുരാജ്യമായ പാകിസ്ഥാൻ, അന്ന് ഇന്ത്യയുടെ പടിഞ്ഞാറും കിഴക്കും പാകിസ്ഥാനാ. ആ ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറുമുള്ള പാകിസ്ഥാനെ 2 രാജ്യമാക്കി മാറ്റി. ബംഗ്ലാദേശ് എന്നും പാകിസ്ഥാൻ എന്നും 14 ദിവസം കൊണ്ട് ഇന്ത്യൻ പട്ടാളം കടന്നു കയറി പാകിസ്ഥാനെ 2 രാജ്യമാക്കി. 1 ലക്ഷത്തോളം പാകിസ്ഥാൻ സൈനികർ ഇന്ത്യൻ പട്ടാളത്തിന്റെ മുമ്പിൽ സറണ്ടർ സെറമണി കൈകൂപ്പി അവർ ആയുധം താഴെ വെച്ച് സറണ്ടർ ചെയ്യിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താ, അതല്ലാതെ നരേന്ദ്രമോദിയുടെ കാലത്തല്ല. അന്ന് അമേരിക്ക നമുക്കെതിരായിരുന്നു. അമേരിക്കയുടെ 7ാം കപ്പൽപ്പട ഈ മണ്ണിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അത് ചെയ്തതും കോൺഗ്രസ്. ഞാനിതെല്ലാം പറഞ്ഞു വന്നത് ചരിത്രമൊക്കെ നമ്മളൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. ഇവിടെ BJPക്കാരൻ്റെ ഈ അന്തം വിട്ട തള്ളു കേൾക്കുമ്പോ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇവനാണ് ഈ രാജ്യം ഉണ്ടാക്കിയതെന്ന് തോന്നും. ഈ രാജ്യം ഞാൻ പറഞ്ഞല്ലോ 47-ൽ ഒന്നുമില്ലായ്മയിൽ നിന്നും ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായി ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ജനാധിപത്യ രാജ്യമായ ഈ ഇന്ത്യയെ മാറ്റിയെങ്കിൽ അത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഈ മണ്ണിൽ ഉള്ളത് കൊണ്ടാണ് ഈ രാജ്യം നിലനിൽക്കുന്നത് തന്നെ. സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ഓരോ 5 വർഷം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നതും ഇവിടെ പുതിയ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ തെരഞ്ഞെടുക്കാൻ അനുവദിക്കുന്നതും ഒക്കെ അതിന്റെ പേരിലാണ്. നമ്മുടെ ഭരണഘടന, ആ ഭരണഘടനയിൽ കൈവെക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. ഇപ്പോ ആ ഭരണഘടനയെ തിരുത്തി എഴുതുമെന്നാ പറയുന്നത്. അതിനകത്ത് എന്താ മാറ്റുന്നത്? മതേതരത്വം എന്ന വാക്ക് ഞങ്ങൾ മാറ്റും. എന്താ ദോഷമുണ്ടായിരുന്നത് മതേതരത്വം എന്നൊരു വാക്കുകൊണ്ട്? ഇന്ത്യക്ക് കഴിഞ്ഞ 77 വർഷം ഏകോദര സഹോദരങ്ങളെ പോലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ളവർ ഒരു നൂലിൽ കോർത്ത പുഷ്പങ്ങൾ പോലെ ഇന്ത്യൻ ജനത ഒന്നിച്ചു നിന്നു ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി. അതൊരു ദിവസം കൊണ്ടല്ല. അതെങ്ങനെ ഉണ്ടായതാണ്? സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിലേക്ക് മഹാത്മജിയെ പോലെ മഹാരഥന്മാരായ ജനങ്ങൾ പകർന്നു കൊടുത്ത നമ്മളൊന്നാണ്. ഈ മണ്ണിൽ ജനിച്ചവൻ ആരാണെങ്കിലും അവന് തുല്യ അവകാശമുണ്ട് എന്നുള്ളൊരു വികാരം ഉണ്ടാക്കി കൊടുത്തു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ ഭരണഘടനയിലും അത് എഴുതി വെച്ചു. ഇന്നിപ്പം മോദി പറയുകയാ
ഞങ്ങൾക്കിഷ്ടമില്ലാത്തവന് പൗരത്വം കൊടുക്കത്തില്ലെന്ന്. ആ ലോകത്തൊരു രാജ്യത്തും മതത്തിന്റെ പേരിൽ പൗരത്വം നിഷേധിക്കാറില്ല, പ്രത്യേകിച്ച് ജനാധിപത്യ രാജ്യങ്ങളിൽ. ഇവിടെ ഇന്ന് വരെ ഇന്ത്യൻ ഭരണഘടന എന്താ പറഞ്ഞിരിക്കുന്നത്? അതിന് ചില വ്യവസ്ഥകളുണ്ട് ഇന്ത്യൻ പൗരത്വത്തിന്. ഒരിക്കലും മതം അതിനൊരു പ്രശ്നമായിരുന്നില്ല, ഒരു കാലത്തും ആയിരുന്നില്ല. ഒരിക്കലും മതത്തിന്റെ പേരിൽ ഇവിടെ ആരെയും നിഷേധിച്ചിട്ടുമില്ല. ഇപ്പോൾ വരുന്നു പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വരുന്നവർക്കൊക്കെ ഇവിടെ കൊടുത്തു കളയാം. എന്തിനാ കൊടുക്കുന്നത്? ഇവിടെ ആവശ്യത്തിന് കൂടുതൽ ജനമായിട്ട് ലോകത്തെ ഏറ്റവും വലിയ ചൈനയും കവർന്ന് നമ്മൾ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറി. അപ്പൊ അവിടുന്ന് പിന്നെ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നാ പറയുന്നത്. ശരി, കൊണ്ടുവരാ, പക്ഷെ മുസ്ലിം ഒഴിച്ച്. അതിന്റെ മര്യാദകേടാ നമുക്ക് മനസ്സിലാവാത്തത്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവൻ ആരാണെങ്കിലും വേണമെങ്കിൽ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിച്ചാൽ അതിന് യോഗ്യത ഉണ്ടെങ്കിൽ കൊടുക്കണം, യോഗ്യതയില്ല കൊടുക്കണ്ട. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ ഇന്ത്യയിൽ വേരുകൾ ഉള്ളവനാണെങ്കിൽ, ഇന്ത്യയിൽ ജനിച്ചവനാണെങ്കിൽ, അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും പിന്നെ അപ്പനോ അമ്മയോ ഇന്ത്യക്കാരാണെങ്കിൽ, അങ്ങനെയൊക്കെ പല നിബന്ധനകളുണ്ട്. അതിനകത്ത് എന്തിനും മതം കുത്തിക്കയറ്റുന്നു. എന്തിനാന്ന് ചോദിച്ചാൽ ഇത് നടത്താൻ വേണ്ടിയല്ല. തെരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോഴേക്കും അതിപ്പോ ഇന്ത്യൻ ജനതയെ മതത്തിന്റെ പേരിൽ രണ്ടാക്കി മാറ്റണം. അതിന്റെ വേറൊരു പണിപ്പാണ് നമ്മുടെ പിണറായി വിജയൻ. ഇവർ രണ്ടെണ്ണത്തിനും വികസനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നാടിനെ കുറിച്ചോ ഒരക്ഷരം പറയാനില്ലാത്ത കൊണ്ട് രണ്ടുപേരും തെരഞ്ഞെടുപ്പിന്റെ സമയമാവുമ്പോൾ ഈ മതത്തിന്റെ കഥ ഇങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടുവരും. മാർക്സിസ്റ്റ് പാർട്ടി വലിയ മിടുക്കന്മാരാ. പിണറായി വിജയൻ ഇവിടെ പറയുകയാണ്, CAA കാര്യം വന്നപ്പോ ഇവിടെ ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസിന്റെ MP-മാരും മിണ്ടിയില്ലെന്ന്. 2 മിനിറ്റിനകം ഇന്ത്യയിലെ മുഴുവൻ ഗൂഗിളും സെർച്ച് ചെയ്ത് മുഴുവൻ ആളുകൾ ഇറങ്ങി. 90 MP-മാർ അതിനെ എതിർത്തു. 90 MP-മാരാരാ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ 2 ഉള്ള മാർക്സിസ്റ്റുകാരാ. 2 അംഗങ്ങളുള്ള ഇന്ത്യൻ അവരാണ് എതിർത്തത്. 90 പേർ എതിർത്തത് കോൺഗ്രസിന്റെ നേതൃത്വത്തില. നമ്മുടെ പിണറായി വിജയൻ അബദ്ധം പറ്റിപ്പോയതാ. കാരണം ഈ CAA പകരം NIA എന്നായിരുന്നു പറയേണ്ടത്. പക്ഷെ CAA നടക്കുന്നതിനിടയ്ക്ക് പുള്ളിയോട് ആരാണ്ടോ പറഞ്ഞ് കേൾപ്പിച്ചു. പുള്ളി പറഞ്ഞ NIA എന്ന് പറഞ്ഞു. NIA എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാലത്ത്, അത് പിന്നെ നമ്മുടെ BJPയുടെ കാലത്തല്ല, അതിന് മുമ്പ് തന്നെ NIA ഉണ്ട്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാനുള്ള ഏജൻസി. അതിനകത്തേക്ക് കരിനിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ നമ്മളതിനെ എതിർത്തു. അത് ശരിയല്ല എന്ന് പറഞ്ഞു. രാജ്യത്തിന് സുരക്ഷയ്ക്ക് വേണ്ടി നിയമങ്ങളും ഏജൻസികളും അന്വേഷിക്കാനിരിക്കട്ടെ. എന്നിട്ട് ഈ നിയമം വെച്ച് ആദ്യം ആളുകളെ അറസ്റ്റ് ചെയ്തവനായി പിണറായി വിജയൻ. ഈ NIA-യുടെ ഈ കരിനിയമം വെച്ച് എന്തിനാ മാവോ സൂക്തങ്ങൾ പുസ്തകം വായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പന്തീരാങ്കാവിലെ, തൃശ്ശൂരിലെ പന്തീരാങ്കാവിലെ അവിടുത്തെ നമ്മുടെ അലൻ സുബൈബിനെയും താഹേനെയും 2 ചെറുപ്പക്കാർ കോളേജിൽ പഠിക്കുന്ന പിള്ളേരെ അറസ്റ്റ് ചെയ്ത് അവരെ കൽത്തുറങ്കിലടച്ച മാന്യനാണ് ഇവിടെ NIA-യുടെ വർത്താനം പറയുന്നത്. 7 നക്സലൈറ്റുകളെ വെടിവെച്ച് കൊന്നവനാണ് ഇവിടെ NIA-യുടെ കാര്യത്തെക്കുറിച്ച് എതിര് പറയുന്നത്. ഇതെല്ലാം ഈ നിയമത്തിന്റെ പേരിലാണ്. ആ നിയമത്തിന്റെ ഏറ്റവും വലിയ കാര്യം ചെയ്തത് അയാളാണ്. CAA എതിർക്കുന്ന പിണറായി വിജയൻ ആദ്യമേ ഇന്ത്യയിൽ ഇതുപോലെ പൗരത്വം കിട്ടാത്ത ആളുകളെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ജയിലറകൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയിൽ ഉത്തരേന്ത്യയിൽ ആസാമിലൊക്കെ ഉണ്ടാക്കിയപ്പോൾ ആ കൂട്ടത്തിൽ ഒരെണ്ണം കൊല്ലത്താ ഉണ്ടാക്കിയത്. ആ മാന്യനാണ് ഇവിടെ നിന്ന് പറയുന്നത് CAA-യുടെ കാര്യങ്ങൾ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയുള്ളത്. ഇവരുടെ വലിയ നേതാവ് EMS പണ്ട് ഞാൻ ഓർക്കുന്ന ഒരു ജില്ലാ കൗൺസിലിന്റെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അന്ന് കുവൈറ്റ് യുദ്ധം നടക്കുകയാണ്. കുവൈറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് സദാം ഹുസൈൻ കുവൈറ്റ് പിടിച്ചോണ്ട് പോയി. ആ കുവൈറ്റിൽ ഉണ്ടായിരുന്ന നമ്മുടെ മലയാളികളാണ്, പത്തനംതിട്ടക്കാരാണ് നല്ലൊരു പങ്ക്. അന്നാണ് നമ്മുടെ കുവൈറ്റ് സണ്ണിച്ചായൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അന്ന് അവിടെയുള്ള ആ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയാണ് ലോകം ശ്രദ്ധിക്കപ്പെട്ടത്. എത്രയോ ആളുകളെ രക്ഷിച്ചത്. അന്ന് അതിനെതിരായിരുന്നു നമ്മൾ മുഴുവൻ. പക്ഷേ അവിടെ അമേരിക്ക ഇടപെട്ടു. അമേരിക്ക ഇടപെട്ടിട്ടാണ് ഈ കുവൈറ്റിനെ രക്ഷിക്കുകയും സദാം ഹുസൈനെ പുറകോട്ടടിക്കുകയും ചെയ്തത്. അമേരിക്ക ഇടപെട്ടതോടെ ചിത്രം അങ്ങ് മാറ്റി. അമേരിക്ക ഇടപെട്ടിരിക്കുന്നു, ഈ യുദ്ധത്തിൽ ഞങ്ങൾ സദാമിന്റെ കൂടെയാണ്, നിങ്ങൾ എവിടാണെന്നൊരു ചോദ്യം. ആരോടാ? ഇവിടെ ഇരുന്ന് EMS എഴുന്നേറ്റ് നടക്കാൻ മേലാത്ത EMS വീട്ടിൽ നിന്ന് അടിക്കുക. ഈ യുദ്ധത്തിൽ ഞാൻ അവിടെയാന്ന്. ആരുടെ കൂടെ? എന്നിട്ട് കോൺഗ്രസ് എവിടാന്ന്? അന്ന് ഈ പ്രശ്നം തീർക്കാൻ ഓടി നടക്കുക നമ്മുടെ നേതാവ് രാജീവ് ഗാന്ധി. പക്ഷേ ഈ കള്ളപ്രചരണം അങ്ങ് ഇറക്കുകയായിരുന്നു. ഇത്തരം കള്ളപ്രചരണവുമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് വരാൻ മുഖ്യമന്ത്രി ഇറങ്ങിയിരിക്കുക. നമ്മുടെ മുഖ്യമന്ത്രിയുടെ പണി. ഇതിനെയൊക്കെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാ. ആലപ്പുഴയിൽ എന്തിനാ KC വേണുഗോപാൽ മത്സരിക്കുന്നത്? KC വേണുഗോപാൽ 3 തവണ MLA-യും
2 തവണ MP മണ്ണാത്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് പിന്നെ ചില ഉത്തരവാദിത്തങ്ങളൊണ്ട് മത്സരിക്കാൻ പറ്റിയില്ല. അയാളുടെ മണ്ണിൽ അയാൾ വീണ്ടും മത്സരിക്കുന്നത്. അതിന് ഇയാൾക്ക് എന്ത് ചെയ്തം? രാഹുൽ ഗാന്ധി എന്തിനാ വന്നത്? രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റില് ആനി രാജ എന്ന് പറഞ്ഞ് ഡൽഹി കിടക്കുന്ന ഒരു സഹോദരി ഇവിടെ വന്ന് മത്സരിച്ചിട്ട് അവര് പറയാ എന്തിനാ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നതെന്ന്. പിന്നെ ഇവന്റെ അനുവാദം വേണമല്ലോ മത്സരിക്കാൻ. ഈ ഇന്ത്യ മുന്നണിയിൽ CPM കാരന് ഇല്ല സഹോദരങ്ങളെ, വെറും തട്ടിപ്പാണ്. അവന്മാര് നമ്മുടെ കൂടെ ഇല്ല. അവന്മാര് ചിലപ്പോൾ അവർക്ക് 2 സീറ്റ് കിട്ടാൻ വേണ്ടി ഇന്ത്യ മുന്നണിയിൽ ഉണ്ടെന്ന് പറഞ്ഞാലേ അവിടെ തമിഴ്നാട്ടിലും അവിടെയും ഇവിടെയൊക്കെ ചില സീറ്റ് കിട്ടുള്ളൂ. ആ സീറ്റ് കിട്ടാൻ വേണ്ടി മാത്രം ഉണ്ടെന്ന് പറയുന്നതാ. ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ നേതാക്കന്മാരും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവിടെ ബോംബെയിൽ അണിനിരന്നപ്പോൾ എവിടായിരുന്നു ഇവന്മാര്? എവിടായിരുന്നു? അവിടെ വന്നില്ലല്ലോ, കണ്ടില്ലല്ലോ. ഇന്ത്യ മുന്നണിയിലില്ല. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താൻ പോവുകയാണ്, യാതൊരു സംശയവുമില്ല. ഇവിടെ BJP 400+ എവിടുന്നോ പഠിച്ചോണ്ട് നരേന്ദ്രമോദി വന്ന് അടിച്ചോണ്ടിരിക്കുക. 5ാമത്തെ പ്രാവശ്യം ഇപ്പൊ പാലക്കാട്ട് ഇറങ്ങിയിരിക്കുക. അപ്പോ ഈ രീതി പറയാം. ഏത് 400+? കഴിഞ്ഞ പ്രാവശ്യം എല്ലാം നോർത്ത് ഇന്ത്യ മുഴുവൻ CP ചെയ്തു, എന്നിട്ട് കിട്ടുന്നത് 303. ഇന്നിപ്പോ അതിനേക്കാൾ കൂടുതൽ ദക്ഷിണേന്ത്യയിലോട്ട് കയറാൻ പറ്റില്ല. നോർത്ത് ഇന്ത്യയിൽ ഇന്ത്യ മുന്നണിക്ക് നിരവധി സീറ്റുകൾ ഉണ്ടാകും. പിണറായി ഇവിടെ നരേന്ദ്രമോദി ഭയപ്പെട്ടിരിക്കുക. ആ ഭയപ്പാടും അങ്കലാപ്പുമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനിയും ഒട്ടനവധി നേതാക്കന്മാരുണ്ട്. അവിടെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം. ലോക്സഭയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അതിശക്തമായ മുന്നേറ്റം നടത്തുകയാണ്. ഓരോ സീറ്റും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ശ്രീ KC വേണുഗോപാൽ ഇവിടെ മത്സരിക്കുന്നതും, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതും, ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കുന്നതും, അവിടെ മറ്റോരോരോ ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നതും. ഇന്ത്യയിലെ ഓരോ സീറ്റും പ്രധാനപ്പെട്ടതാണ് ലോക്സഭയിൽ. അവിടെ രാജ്യസഭയിൽ 1.5 കൊല്ലം പോകും. ഇതൊക്കെ പറഞ്ഞു പറയുക. രാജ്യസഭയല്ല, ലോക്സഭയിലെ ഭൂരിപക്ഷമാണ് ഒരു ഗവൺമെന്റിനെ തീരുമാനിക്കുന്നത്. മോഡിയെ താഴെ ഇറക്കാൻ അതാണ് വേണ്ടത്. അതിനുവേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തുന്നു. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിലാണ് നമ്മുടെ നേതാക്കന്മാരെല്ലാം. കുര്യൻ സാറ്, നമ്മുടെ പ്രിയങ്കര നേതാവ് ഉൾപ്പെടെ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ശ്രീ ആന്റോ ആന്റണി എൻ്റെ കൂടി എൻ്റെ പ്രിയ സഹോദരനാണ്. ഒരു കാലത്ത് ഞങ്ങൾ ഒന്നിച്ച് സംഘടനാ പ്രവർത്തനം ആരംഭിച്ച ഒരേ നാട്ടുകാരാണ്. പ്രിയങ്കരനായ ശ്രീ ആന്റോ ആന്റണി 4ാം വട്ടം ഇവിടെ ജനവിധി തേടുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. മറ്റൊന്നും നമുക്ക് നമ്മുടെ മുൻപിലില്ല. ഇവിടെ UDF, ഇവിടെ ഇന്ത്യ മുന്നണി വിജയിക്കുക, മോദിയെ താഴെ ഇറക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മുൻപിൽ. എല്ലാവരും ഇവിടെ ഒറ്റക്കെട്ടായി, ഇനി ആകെ 38 ദിവസമാണുള്ളത്, അധ്വാനിക്കണം, കഠിനാധ്വാനം നടത്തണം. കമ്മ്യൂണിസ്റ്റുകാരന്മാരാ കാര്യം ജൂവായിട്ടോണ്ട് അയാൾ നടന്നാലും അയാൾ ഈ നാട്ടിലാർക്കും ഇഷ്ടമൊന്നും അല്ലെങ്കിൽ എന്തെല്ലാം കള്ളത്തരം കാണിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.